നമസ്കാരം. അപ്പോൾ അനൂപ് അവതാറാണ്. ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് എയ്സ് അവതാർ പ്രൈവറ്റ് ലിമിറ്റഡ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1% കമ്പനിയുടെ കാറ്റഗറിയിലാണ്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എയ്സ് അവതാർ എന്ന് പറയുന്നത് ഒരു സാധാരണ ക്ലിനിക്കാണോ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സ്ഥാപനമാണോ. ആക്ച്വലി ഇത് മിനിസ്ട്രി ഓഫ് കമ്പനീസ് അഫെയറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ് ആക്ട് നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ് എയ്സ് അവതാർ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇത് 1% കാറ്റഗറിയിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആയിരിക്കണം എന്നുള്ളൊരു ഫീൽ പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കമ്പനിയെ ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കമ്പനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി ഒരു കമ്പനിക്ക് വേണ്ട എന്തെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ടോ അതെല്ലാം നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരം തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. ഇത് നമ്മളുടെ പാൻ കാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഫർദർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി ഈ ഒരു കാറ്റഗറിയിലൂടെ പോകുന്നതാണെന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവയർനെസ് വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനിങ്ങിന്റെ ഒരു സർട്ടിഫിക്കേഷൻ പോലെയല്ല ഒരു ഗവൺമെന്റ് രജിസ്റ്റേർഡ് കമ്പനിയുടെ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ബാക്കി തരത്തിലുള്ള അതോറിറ്റി കാര്യങ്ങളൊന്നുമല്ല, ഒരു രജിസ്റ്റേർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷനാണ്. ഇതിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ്റെ അകത്ത് വരുന്ന സമയത്ത് നേരിട്ട് വരുന്ന ആളുകൾക്ക് മനസ്സിലാവും മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾ എന്ന് പറയും. അതിൽ നമ്മുടെ കമ്പനി എന്താണ്, നമ്മുടെ കമ്പനിയുടെ വിഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ എല്ലാ തലത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റുന്ന, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷനോട് കൂടിയാണ് ഈ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ കമ്പനിയുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നേരിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി തുടങ്ങാൻ പോകുന്ന നമ്മുടെ വർക്ക്ഷോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, സൈക്കോളജിയിൽ PG കഴിഞ്ഞുള്ള കുട്ടികൾക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷെ പല ആളുകളും ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നില്ല. കാരണം അവർക്ക് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ബാക്കപ്പ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ പല ആളുകൾക്കും ഫിനാൻഷ്യലി ഒരുപാട് ക്രൈസിസ് ഉള്ള കുട്ടികളുണ്ട്. ഏർണിംഗ് മെമ്പേഴ്സ് ആവാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വീട്ടിൽ അവൈലബിൾ അല്ല. പിന്നെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ളത് കണ്ടിട്ടുണ്ട്. ഇതാണ് ഒരു സെഗ്മെന്റ്. രണ്ടാമത്തെ സെഗ്മെന്റ്, ഏതെങ്കിലും വിഷയത്തിൽ PG കഴിഞ്ഞ കുട്ടികൾക്കും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആവാനുള്ള അവസരം നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ MBBS കഴിഞ്ഞ കുട്ടികൾ, BAMS കഴിഞ്ഞ കുട്ടികൾ, BHMS കഴിഞ്ഞ കുട്ടികൾ, BDS കഴിഞ്ഞ കുട്ടികൾ, ഒഫ്താൽമോളജി തുടങ്ങിയ മേഖലകളിലൊക്കെ പല ആളുകൾക്കും ജോലിക്കുള്ള സാധ്യതകൾ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകളുണ്ട്, വയനാടാണ്. അദ്ദേഹത്തിന്റെ മകളിപ്പം BHMS കഴിഞ്ഞു. അത് ഒരു ജോലിയിലേക്ക് പോകുന്ന സമയത്ത് PG ഇല്ലാത്തതിന്റെ ചലഞ്ചസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്കും ഈ പറയുന്ന കോഴ്സുകളിലൂടെ, ഈ വർക്ക്ഷോപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏകദേശം 3 മുതൽ 6 മാസം വരെയാണ് നമ്മളുടെ ഈ ഒരു ഡ്യൂറേഷൻ വരുന്നത്. വർക്ക്ഷോപ്സിന്റെ റെഗുലർ ആയിട്ട് ഹവർ ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ആണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് സ്വന്തം ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളും അവരുടെ ജീവിതത്തിലൂടെ മറ്റ് അവരുടെ ക്ലയൻസ് ആവാൻ പോകുന്ന ആളുകളുടെ ജീവിതത്തിൽ വരാനുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് അവർക്ക് ലഭിക്കുന്നതാണ്. അഷ്യൂർ ചെയ്യുന്നത് ഹെൽത്തി മെന്റൽ ലൈഫാണ്. സോ ഒരു ഹെൽത്തി മെന്റൽ ലൈഫിന് ഒരു മെന്ററുടെ സാന്നിധ്യം വളരെയധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഒരുപാട് മെന്റേഴ്സിന് അടുത്ത ഒരു 5 വർഷം കൊണ്ട് 1000 മെന്റേഴ്സിനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലെ വലിയൊരു ആഗ്രഹമാണ്. അതിൽ ഒരു ഭാഗമാകാൻ, ഒരു പക്ഷേ മെന്റർ ആവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കോച്ച് ആവാം, അതല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവാം, അതല്ലെങ്കിൽ ഒരു നോർമലി സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെന്ററിങ് സൈക്കോളജിസ്റ്റുകളാവാം. കൗൺസിലിംഗിന്റെ ലിമിറ്റേഷൻസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാനുള്ള സാധ്യതകൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആയ മെന്ററിങ് സൈക്കോളജിസ്റ്റുകൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇതിന്റെ കൂടെ അഡ്വാൻസ് ലെവലിൽ വരാൻ പോകുന്നത് ഹീലിംഗ് ആണ്. മാഗ്നറ്റിക് ഹീലിംഗ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പൈപ്പ് ലൈൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രകൃതിയും പ്രപഞ്ചവും സമൃദ്ധമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.